+2 സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാപ്റ്റർ 11 ചാപ്റ്ററിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഘടനയെ അഥവാ വിതരണത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് കാർഷിക ഘടന. കാർഷിക ഘടന എന്ന് വെച്ചാൽ ഭൂമിയുടെ ഘടനയോ അല്ലെങ്കിൽ വിതരണത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അടിമവേല ഗുജറാത്തിൽ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഹൽപ്പതി വ്യവസ്ഥ ഗുജറാത്ത്. അടിമവേല കർണാടകയിൽ അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. ജീത വ്യവസ്ഥ കർണാടക. അത് രണ്ട് ഓർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയറ്റ് വാരി വ്യവസ്ഥ. 1960കളിലും 70കളിലും ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. ആറാമത്തെ ചോദ്യം, രക്ഷാധികാരത്തിൽ നിന്ന് ചൂഷണത്തിലേക്കുള്ള മാറ്റം എന്ന ആശയം അവതരിപ്പിച്ചത്, അത് കാര്യം കേൾക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ടോപ്പിക്കായിരിക്കും അത്. പക്ഷേ 11ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് രക്ഷാധികാരത്തിൽ നിന്ന് ചൂഷണത്തിലേക്കുള്ള മാറ്റം എന്ന ആശയം അവതരിപ്പിച്ചത് ജാൻ ബ്രമൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിപണിയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി ചെയ്യുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെയാണ് വിപണിയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി നടത്തുന്നതിന് പറയുന്നത്. എട്ടാമത്തെയും ലാസ്റ്റത്തെയും ക്വസ്റ്റ്യൻ, സ്വതന്ത്ര തൊഴിലാളികൾ എന്ന പദം രൂപീകരിച്ചത് ജാൻ ബ്രമൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സ്വതന്ത്ര തൊഴിലാളികൾ. അതൊന്ന് നോക്കണം. ഇനി നമുക്ക് 12ാമത്തെ പാഠം നോക്കാം. 12ാമത്തെ പാഠത്തിൽ ആദ്യം പറയുന്നുണ്ട് അന്യവൽക്കരണം എന്ന പദം അവതരിപ്പിച്ചത്, എലിനേഷൻ ആരാണ്? കാൾ മാക്സ് ആണ് അന്യവൽക്കരണം എന്ന പദം അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൊരുത്ത സിദ്ധാന്തം അവതരിപ്പിച്ചത് ക്ലാർക്ക് കെർ ആണ് പൊരുത്ത സിദ്ധാന്തം അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊതുമേഖലാ കമ്പനികളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ആദ്യമായി സ്വകാര്യവൽക്കരിച്ച പൊതു കമ്പനി ഏതാണ്? മോഡേൺ ഫുഡ്സ് ആണ് ഗവൺമെൻറ് ആദ്യമായി സ്വകാര്യവൽക്കരിച്ച പൊതു കമ്പനി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചില കമ്പനികൾ കരാർ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ചെറു കമ്പനികളെ ഏൽപ്പിക്കുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം ഔട്ട്സോഴ്സിംഗ്, പുറംപണി കരാർ എന്നൊക്കെ പറയുന്നതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അഥവാ ടൈലറിസം എന്ന ആശയം അവതരിപ്പിച്ചത് ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അഥവാ ടൈലറിസം, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ആശയം അവതരിപ്പിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, IT കമ്പനികളിൽ നിശ്ചിത സമയത്ത് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഓഫീസിൽ രാത്രി താമസിച്ച് പണിയെടുക്കേണ്ടി വരും. ഈ പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നൈറ്റ് ഔട്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നൈറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യന്ത്രങ്ങളുടെ ഉപയോഗം തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തെ ഇല്ലാതാക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ഹാരി ബ്രേവർമാൻ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഖനിത്തൊഴിലാളികളുടെ പ്രവൃത്തി സമയം നിജപ്പെടുത്തിയ നിയമം 1952 മൈൻസ് ആക്ട് ആണ് ഖനിത്തൊഴിലാളികളുടെ പ്രവൃത്തി സമയം നിജപ്പെടുത്തിയത് അല്ലെങ്കിൽ കുറച്ചത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 12ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1982 ബോംബെ ടെക്സ്റ്റൈൽ സമരം നയിച്ചത്? ഉത്തരം ഡോക്ടർ ദത്ത സാമന്ത് ആണ് 1982 ബോംബെ ടെക്സ്റ്റൈൽ സമരം നയിച്ചത്. ഇനി 13ാമത്തെ ചാപ്റ്റർ ഗ്ലോബലൈസേഷനെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചോദ്യം, ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, ജനങ്ങൾ എന്നിവയുടെ രാജ്യാതിർത്തി കടന്നുള്ള പ്രവാഹമാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. 2 മാർക്കിനും ചോദിക്കും, 1 വേർഡായിട്ടും അത് ചോദിക്കും, നോക്കിയിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം രാജ്യാന്തര കോർപ്പറേഷനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്ത്? ഭാരരഹിത സമ്പദ് വ്യവസ്ഥ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ധനകാര്യ തലസ്ഥാനം ഏത്? ധനകാര്യ തലസ്ഥാനം മുംബൈ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സാങ്കേതിക വിദ്യ, ആധുനിക സൗകര്യങ്ങൾ എന്നിവ ലഭ്യമല്ലാത്ത ചില സ്ഥലങ്ങൾ രാജ്യത്തുണ്ട്. അവയെ ഡാഷ് എന്ന് പറയുന്നു. ഡിജിറ്റൽ വിഭജനം, ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സേവനം നിലവിൽ വന്നത് 1995 ആഗസ്റ്റിലാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ, 7ാമത്തെയും 8ാമത്തെയും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് അല്ല.
നൈക്ക് കമ്പനി നിലവിൽ വന്നത് 1960കളിലാണ്. നൈക്ക് കമ്പനി സ്ഥാപിച്ചത് ഫിൽ നൈറ്റ് ആണ്. അത് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലരുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഗ്ലോക്കലൈസേഷൻ 2 മാർക്കും ചോദിക്കും. അത് ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും കൂടിച്ചേരുന്നതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനും അങ്ങനെ 2 മാർക്കും ചോദിക്കാൻ ചാൻസുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയും മത്സരക്ഷമതയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മാനേജ്മെൻറ്റ് വളർത്തിയെടുക്കുന്ന സംസ്കാരത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം കോർപ്പറേറ്റ് സംസ്കാരം, കോർപ്പറേറ്റ് കൾച്ചർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 11 മുതൽ 13 വരെയുള്ള ചാപ്റ്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് 14ഉം 15ഉം ചാപ്റ്റേഴ്സാണ് നോക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ വരും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.